ഹായ് ഫ്രണ്ട്സ്, അബീസ് യുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗോപ്രോ 9 നമ്മൾ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെയ്യാനൊരു ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ഗോപ്രോ മേടിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതെല്ലാം മേടിക്കണം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇനിയുള്ള നമ്മുടെ ഓരോ വീഡിയോകളും മെച്ചപ്പെട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഗോപ്രോ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഗോപ്രോ 9 ഇതാണ് ബോക്സ് ആയിട്ട് ഈ സീനറി നമ്മൾ തുറക്കാൻ പോകുന്നത്. ഇതാണ് ഗോപ്രോ ഐറ്റം മോനെ, പൊളി സാധനമാണ്. ഇതതിൻ്റെ പേപ്പറും കാര്യങ്ങളും, ഹൗ ടു യൂസ്, ഹൗ എ പ്രൊഡക്റ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ നമുക്ക് ഹെൽമെറ്റിൽ എങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഗോപ്രോയുടെ സ്റ്റിക്കറും കാര്യങ്ങളാണ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി. സ്റ്റിക്കർ ഇത് ചാർജിങ് കേബിളാണ്. പിന്നെ ഇത് ബാറ്ററി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യണമായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സിങ് ചെയ്യണമെന്നുള്ള ഗോപ്രോ 9 ഗോപ്രോ. ഇതിനെപ്പറ്റി ഇപ്പോൾ ടെക്നിക്കലായിട്ടൊന്നും നമുക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോപ്രോ 7ഉം 8ൻ്റെയും വിട്ടുള്ള ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി 7ൻ്റെയും 8ൻ്റെയും ബാറ്ററി അഡാപ്റ്ററിൽ കയറില്ല. പുത്ത സാധനമായിട്ട് ഇച്ചിരി ബലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട, കുറച്ച് ബലം ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. ഇതാണ് ബാറ്ററിയുടെ സംഭവം. അപ്പോൾ ബാറ്ററി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, നമ്മൾ ബാറ്ററി ഇടുമ്പോൾ ഈ പിന്ന് അത് നമുക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. മൊബൈലിനെ പോലെ തന്നെ ഈ പിന്ന് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടുക. അടയ്ക്ക് എവിടെയാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട് വന്നത്. പിന്നെ ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് 5K ഇട്ട് എടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. SD കാർഡ് നമുക്ക് അവിടെ അവൈലബിലിറ്റി ഉള്ളത് 64 GB-യും 128 GB ആയിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് 128 GB ആണ്. പണ്ടത്തെ ഫോണിൻ്റെ അതേ SD കാർഡാണത്. 128 ആണ് SD കാർഡ് കിട്ടി. ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് ഇവിടെ തന്നെയാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും. മെമ്മറി കാർഡും ഇവിടെ തന്നെയാണ്. ഈ ബാറ്ററിയുടെ തൊട്ട് മുകളിൽ മെമ്മറി കാർഡും ആയിട്ട് സ്മൂത്തായിട്ട് തന്നെ ഇറങ്ങി പോകണ്ടോന്ന് നോക്കിയാൽ മതി. വലിയ ബലം പിടിക്കാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ടക്കുന്നൊരു ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇനി ബാറ്ററി ഇട്ട് ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ്. ഗോപ്രോ ഐ എഗ്രി ടു ടേംസ് ഓഫ് യൂസ്. ഓക്കെ എഗ്രി. ഓക്കെ ഓൺ ടാഗ് ഫോർ ഫുട്ടേജ് വിത്ത് ലൊക്കേഷൻ സ്പീഡ്. ഓക്കെ ഓൺ. ഇൻസ്റ്റാൾ ദ ക്വിക്ക് ആപ്പ് ഓൺ യുവർ ഫോൺ ടു ഫിനിഷ് ഓൺ ആൻഡ് ഫോളോ അപ്പ് ദ ഇൻസ്ട്രക്ഷൻ. ഡേറ്റ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയണത് ടൈം. ക്യാമറയുടെ ഒരു റേഞ്ച്. ഇത് മെയിനായിട്ട് ഗോപ്രോയുടെ ഒരു സ്പെസിഫിക്കേഷൻ. ഈ ഗോപ്രോ 9 പറ്റി പറയുകയാണെങ്കിൽ ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടച്ച് സ്ക്രീനുണ്ട്. നമുക്ക് 7നും 8നും ഇല്ലാത്ത ഒരു കമ്പാരിറ്റീവാണ് ടച്ച് സ്ക്രീൻ. പിന്നെ നമുക്ക് വെബ് ക്യാമായിട്ട്, അതായത് ലാപ്ടോപ്പിൻ്റെ മുകളിൽ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാം. മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ 20 മെഗാപിക്സലാണ്. പിന്നെ 5K അത് പറയാതിരിക്കാനില്ല. പക്ഷേ 9ലാണ് വന്നേക്കുന്നത്. 5K 10 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകാം. വോയിസ് കൺട്രോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു സെൽഫി ഒക്കെ എടുക്കുമ്പോൾ, അതായത് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്യുന്ന വ്ളോഗിന് നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ആവശ്യമില്ല. അത്രയും നല്ല വോയിസ് കൺട്രോളാണ് ഇതിൻ്റെ. 4K തന്നെ ഇട്ട് വീഡിയോ എടുത്താൽ മതി. അതിൻ്റെ ഒരു ആവശ്യം വന്നുള്ളൂ. അതിൽ തന്നെ നല്ല ക്ലാരിറ്റിയാണത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് യൂസേജ് കിട്ടും. പിന്നെ ഇത് 9ലാണ് വന്നേക്കണം. 8x സ്ലോമോ 240 FPS. ഇപ്പോൾ ലീനിയർ വിത്ത് എല്ലാം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഈ ടച്ച് ആയതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ഇച്ചിരി വലിപ്പം ഉണ്ടായിട്ട് നമുക്ക് ഇതിൽ തന്നെ നല്ല വൃത്തിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. വിത്ത് ലീനിയർ പ്ലസ് ഹൊറിസോണ്ടൽ ട്രാവലിങ്. അതിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഹവറും എല്ലാ സാധനം, ബാറ്ററിയുടെ പെർസെൻറ്റേജും എല്ലാം, നമ്മുടെ മോഡ് ഏതാണ് എല്ലാം നമുക്ക് സ്ക്രീനിൽ അറിയാം. പെട്ടി എന്ന് പറയുന്നത് റീസൈക്കിളാണ്. എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ദ്രവിച്ച് പോയിക്കോളും. വലിയ തെറ്റില്ലാത്ത പെട്ടിയാണ്.
പിന്നെ കേബിള് കാര്യങ്ങൾ എല്ലാം. ഈ പെട്ടി നമുക്ക് ഇത് മാറ്റുവാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിരിക്കും ഇച്ചിരി കംഫോർട്ടബിൾ. എന്നാലും ഫസ്റ്റ് ദിവസമല്ലേ, തൽക്കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ട്രാവൽ കിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കിറ്റ് ഒപ്പം മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ റേറ്റ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും. അതൊക്കെ എന്തൊക്കെയുള്ളതെന്ന് കാണിക്കാം. ഇവർ പിക്ചറായിട്ട് കാര്യങ്ങളെല്ലാം കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് കൈത്തേലിടാനുള്ളതും ഇതും കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര റേറ്റും ആയിരിക്കും. നമ്മൾ തുറക്കുകയാണ്. ഗോപ്രോയുടെ അതിൻ്റെ കവറും പിന്നെ നമുക്ക് കൈത്തേലിടാനുള്ള ടാഗ്, പിന്നെ നമുക്ക് വന്നത് അതിൻ്റെ സെൽഫി സ്റ്റിക്ക്. മൾട്ടി പർപ്പസാണ് ഇതിൻ്റെ. ഇതുണ്ട, ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ക്യാമറ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു യൂസേജ് എങ്ങനെ